ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ച. സ്വർണം ചെമ്പാക്കിയ മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല. എ പത്മകുമാറിനെതിരായ നിർണായക തെളിവിലാണ് മെല്ലപ്പോക്ക്. അതേസമയം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിലിറങ്ങാതിരിക്കാൻ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസ് നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഗുരുതരമായ വീഴ്ചയാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. പത്മകുമാറിന്റെ കൈയക്ഷരത്തിന്റെ ശാസ്ത്രീയ പരിശോധന ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല ഇതുവരെ എന്നതാണ് ഇപ്പോൾ ഷഫീദ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരം. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ സ്വർണം എന്നുള്ളത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് ഇദ്ദേഹം അറസ്റ്റിലായി, എ പത്മകുമാർ അറസ്റ്റിലായി 2 മാസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇതിന്റെ ശാസ്ത്രീയ പരിശോധന സംബന്ധിച്ചുള്ള നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. ഇതാണ് ഇക്കാര്യത്തിലെ വീഴ്ച എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും. അതായത് ചെമ്പ് എന്ന് എഴുതിയത് പത്മകുമാർ എന്ന് ഉറപ്പിക്കാൻ കൈയക്ഷരം പരിശോധിക്കണം. ഇതിനായി സാമ്പിൾ ശേഖരിച്ചത് 3 ദിവസം മുൻപ് മാത്രമാണ്. അതായത് ഈ 2 മാസമായി അറസ്റ്റിലായിട്ട് അതിനുശേഷം 3 ദിവസം മുൻപ് മാത്രമാണ് ഈ വിഷയത്തിൽ സാമ്പിൾ ശേഖരിച്ചതെന്നുള്ളതാണ് SITക്കെതിരെ ഇപ്പോൾ വിമർശനമായി ഉയരുന്നത്. ഈ ഫലം ലഭിക്കാതെ കുറ്റപത്രം നൽകാനുമാകില്ല. നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾക്ക് മുരാരി ബാബു 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ മാത്രം ഇനി ജാമ്യം ലഭിച്ചാൽ മതി. ഇങ്ങനെ ഒരു സാഹചര്യമുള്ളൊരു ഘട്ടത്തിൽ എ പത്മകുമാറിനെ രക്ഷിക്കാൻ SIT നീക്കം നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിനിടയിൽ കൂടിയാണ് SITയുടെ വീഴ്ച സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാൻ SIT നീക്കം നടത്തുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാനാണ് നീക്കം. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനാണ് SIT ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടെ മറ്റൊരു വാർത്ത കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജികുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയതാണ്. 2024-25 കാലത്ത് നടന്ന അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് വിശദമായ വിവരം അത് SIT ഇവരോട് തേടിയിട്ടുണ്ട്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞയാഴ്ചയാണ്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.